ഞാൻ ഈ സംവാദം വിജിലിൽ നിന്ന് ആരംഭിക്കുകയാണ്. വിജിൽ പൊതുവെ എങ്ങനെയുണ്ട്? ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് ജനത ഉപതെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ ഇന്നീ നിമിഷം വരെ ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലിന് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് തുടക്കമുണ്ടായതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത്. ഇന്നത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ UDF-ന് അനുകൂലമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് 20-ാം തീയതി വിധി എഴുതുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു വിശ്വാസത്തോടെ ഉറച്ച കോൺഫിഡൻസോടുകൂടിയാണ് UDF-ന്റെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ശശികുമാർ, പൊതുവിൽ BJP-യുടെ സാധ്യത എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? ഒന്ന് പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ മത്സരം BJP-യും ഇടതു വലതു മുന്നണികളുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരൻ സാറെ ചതിയിലൂടെ പരാജയപ്പെട്ട ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു രൂപം. UPA സർക്കാരും UPA-യും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന മുമ്പ് തന്നെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായത് പാലക്കാട് നഗരസഭയിലാണ്. 2005-ൽ പാലക്കാട് നഗരസഭയിൽ 17 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP-യുടെ SR ബാലസുബ്രഹ്മണ്യൻ വൈസ് ചെയർമാൻ ആയപ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ഇടതു വലത് മുന്നണികൾ കേരള ചരിത്രത്തിലാദ്യമായി, രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കൈകോർത്ത നാടാണ് പാലക്കാട്. ഇപ്പോഴും ആ അവിശുദ്ധ പാണ്ഡവം പാലക്കാടിൻ്റെ മണ്ണിൽ തുടരുന്നു. അതിനെതിരെ ഒരു വിധിയെഴുത്ത് എന്തായാലും തീർച്ചയായിട്ടുണ്ടാകും. BJP-യുടെ ശക്തമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. 100% BJP വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഷാജഹാൻ, വികസനം ആയിരുന്നു ആദ്യമൊക്കെ ചർച്ചാ വിഷയം. പക്ഷേ ഇപ്പോൾ അത് വർഗീയതയ്ക്ക് വഴിമാറുന്നു എന്നൊരു ആക്ഷേപം ഉണ്ട്. എന്താണ് പൊതുവിലുള്ള നിരീക്ഷണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പല മേഖലകളിലും കേരളം നമ്പർ 1 മാറിക്കൊണ്ടിരിക്കുന്ന, പഴയ കാലങ്ങളിലെല്ലാം തന്നെ കേരളത്തിന് ചില പേരുദോഷങ്ങളുണ്ടായിരുന്നു. ആ പേരുദോഷങ്ങൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു ഉണർവുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആ വികസന മുന്നേറ്റത്തിന് ആനുപാതികമായിട്ടുള്ളൊരു വികസനം ഈ മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 ടേമായിട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. മറ്റ് ജില്ലകളിലെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ജില്ലകളിലെല്ലാം തന്നെ അതിൻ്റെ മുഖച്ഛായ ഈ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു മാറ്റം ഈ പാലക്കാട് മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ മറ്റ് മുന്നണികളിൽ ഇപ്പോൾ BJP അതുപോലെ തന്നെ UDF മുന്നണികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കരുത്ത് തെളിയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഓക്കെ, വിജിൽ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 3 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ അവസാന നിമിഷം ഈ വർഗീയ സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കം കൂടിക്കാഴ്ച നടത്തുന്നു. SDPI-യുടെ വോട്ടുകൾക്കായി നെട്ടോട്ടം ഓടുന്നു, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൈകോർക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. വിജിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, SDPI ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് ഈ വേദിയിൽ തുറന്ന് പറയാൻ പറ്റുമോ? ഈ പാലക്കാട് മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന ദിവസം മുതൽ ഞങ്ങൾ നേരിടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വർഗീയ ശക്തികളുടെ വോട്ട് നിങ്ങൾക്ക് വേണോ എന്നുള്ളതാണ്. 1-ാമത്തെ നിമിഷം മുതൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നു, ഇന്ന് ഈ നിമിഷവും UDF-ന്റെ പ്രതിനിധിയായി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിക്കേണ്ട ഒരവസ്ഥ UDF-ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് രണ്ട് ചേരികൾ തമ്മിലാണ്. ഒന്ന് മതേതരത്വ ചേരിയും ഒന്ന് വർഗീയ ചേരിയും തമ്മിലാണ്. ഈ മതേതരത്വ ചേരിക്ക് വേണ്ടി പോരാടുന്നത് UDF നേതാക്കന്മാരാണ്. UDF സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് മതേതരത്വ ചേരിക്ക് വേണ്ടി, മതേതരത്വ കേരളത്തിന് വേണ്ടി, ഒരു മതേതരത്വ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന UDF സ്ഥാനാർത്ഥിയോട് വർഗീയവാദികളുടെ വോട്ട് വേണോ എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാണ് എന്ന് പറയാൻ ഞാനൊരു അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ നേരത്തെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു കാര്യം, NDAയുടെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു കാര്യം കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ പറഞ്ഞു അവിശുദ്ധ ബാണ്ഡവം, LDFും UDFും തമ്മിലാണ് അവിശുദ്ധ ബാന്ധവം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു ഉദാഹരണം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ആദ്യത്തെ തവണ ഇപ്പോൾ BJPയുടെ ഭരണം ആദ്യത്തെ തവണ വരുമ്പോൾ അവിടുത്തെ വൈസ് ചെയർമാൻ വിജയിച്ചത് എങ്ങനെയാണെന്ന് BJPയുടെ പ്രതിനിധിക്ക് ഓർമ്മയുണ്ടോ? LDFിൻ്റെ പ്രതിനിധിയും കൂടി ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. അവിടുത്തെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ഇടതുപക്ഷത്തിന്റെ 2 ആളുകളുടെ വോട്ട് അസാധുവാക്കി കളഞ്ഞിട്ടാണ് അന്ന് BJPക്ക് ആദ്യമായി അവിടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. കേവലം ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാം, ഒരു ചെയർമാൻഷിപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻഷിപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പോ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു മുനിസിപ്പൽ കൗൺസിലറാണ്. അപ്പോൾ എനിക്കറിയാം, ഒരു പേരിന് നേരെ ഒരു ഇൻഡു മാർക്ക് ഇടാൻ പോലും അറിയാത്ത രീതിയിൽ ആ തരത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന വർഗീയ ചേരിയുമായിട്ടുള്ള കൂട്ടുകെട്ടിന് ഇവിടെ തുടക്കം കുറിച്ചത് LDFിൻ്റെ ആളുകളാണ്. പാലക്കാട് നഗരസഭയിൽ അതിന് ഉദാഹരണം കുറിച്ചത് അന്നാണെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഇടതുപക്ഷവും NDAയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദാഹരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവർ നീല ട്രോളിയുടെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. നീല ട്രോളിയുടെ വിവാദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കിയത് BJPയുടെ ആളുകൾ, ഇത് സംവിധാനം നടപ്പിലാക്കിയത് LDFിൻ്റെ ആളുകൾ. അങ്ങനെ LDFും BJPയും കൂടി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ CJP എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് UDFിനെതിരെ ഇവിടെ പോരാടുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഇവിടെ 2 ചേരികൾ തമ്മിലുള്ള പോരാട്ടമാണ്, മതേതര ചേരിയും വർഗീയ ചേരിയും തമ്മിലുള്ള. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിന് അവസാനം ഇവിടെ മതേതര ചേരിയായ UDFിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അപ്പോഴും വിജിലന്റ് ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. SDPI എന്ന പേര് പറയാൻ എന്താ മടി? ഒരു സംഘടനയുടെയും പേര് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വർഗീയ സംഘടന എന്ന് നിങ്ങൾ വർഗീയ സംഘടന എന്ന് മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ വർഗീയ സംഘടനയായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ച ഒരു സംഘടനയുടെയും വോട്ട് ഇതിൽ കൂടുതൽ വ്യക്തമായി ഞങ്ങൾക്ക് പറയാനില്ല. വർഗീയ സംഘടനയായ ഒരു സംഘടനയുടെയും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ.